Hi friends, Exam Selective Study ചാനലിലേക്ക് സ്വാഗതം. മൈക്രോബയോളജിസ്റ്റ്, ബാക്ടീരിയോളജിസ്റ്റ്, കേരള വാട്ടർ അതോറിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ്. പാർട്ട് 9, പാർട്ട് 10. പാർട്ട് 9 10 ക്വസ്റ്റ്യൻസ്, പാർട്ട് 10 10 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ എക്സാമിന്റെ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ മാർക്ക് കമന്റ് ചെയ്തവർക്കൊക്കെ ആദ്യമേ തന്നെ താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരാളം പേർ ഉത്തരം കമന്റ് ചെയ്തിട്ടായിരുന്നു. അവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്ന എക്സ്പ്ലനേഷൻസ് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ധാരാളം പേര് പറഞ്ഞു എല്ലാ ക്ലാസ്സിനും എക്സ്പ്ലനേഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞങ്ങളുടെ പോസിറ്റീവ് ഇൻസ്പിറേഷൻ. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ മോക്ക് ടെസ്റ്റ് രണ്ട് പാർട്ടായിട്ട് 20 ക്വസ്റ്റ്യൻസ് ഉള്ള മോക്ക് ടെസ്റ്റ് ആണ്. പാർട്ട് 9 ആൻഡ് പാർട്ട് 10. അടുത്ത മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും. മൈക്രോബയോളജി സിലബസ് ഇതുവരെ വന്നിട്ടില്ല. സിലബസ് വന്നാലുടൻ നമ്മൾ സിലബസ് ബേസ് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ +1 +2 NCERT സുവോളജി ബോട്ടണി ചാപ്റ്റേഴ്സ് ആയിരിക്കും നോക്കുന്നത്. +1 +2 NCERT ടെക്സ്റ്റിലെ മൈക്രോബയോളജി റിലേറ്റഡ് ടോപ്പിക്സിലെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. NCERT ബേസ്ഡ് ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നമ്മൾ ചോദ്യങ്ങളിലോട്ട് പോകുന്നു. അത് നമ്മൾ നോക്കുന്നത് പാർട്ട് 9 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഇക്കോ R1? ഓപ്ഷൻസ്: Escherichia coli R1, Escherichia coli R113, Escherichia coli RY13, Escherichia coli RX13. What is the source of echo R1? Escherichia coli RY13. The source of echo R1, Escherichia coli RY13. Extra points നോക്കാം. എന്താണ് echo R1? echo R1 is a restriction endonuclease enzyme. echo R1 എന്ന് പറയുന്നത് ഒരു restriction endonuclease enzyme ആണ്. echo R1 E Escherichia, CO coli, R specific strain RY13, 1 first ever enzyme extracted from the given strain. echo R1 എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ echo R1ന്റെ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് +2 NCERT ബോട്ടണിയിലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ആ ഒരു ചാപ്റ്ററിൽ എൻഡോന്യൂക്ലിയസ് എൻസൈമിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻഡോന്യൂക്ലിയസ് എൻസൈമിലെ ഒരു പാരഗ്രാഫിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആയിരുന്നു ഇത്, സോഴ്സ് ഓഫ് echo R1 എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നമ്മൾ ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി ടാബ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമാണ് അതിൻ്റെ ആൻസർ ചെയ്തത്. ഈ കമ്മ്യൂണിറ്റി ടാബിലിടുന്ന ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചാനലിൽ കയറി കമ്മ്യൂണിറ്റി ടാബൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് ക്ലാസ്സസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സസ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് എക്സാം, ജൂനിയർ സയന്റിഫിക് എക്സാം തുടങ്ങിയ ക്ലാസ്സുകളിൽ എടുത്ത ക്ലാസ്സുകളാണ്. ആ പരീക്ഷകൾക്കും മൈക്രോബയോളജി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള മൈക്രോബയോളജി ക്വസ്റ്റ്യൻസ് ആണ് ആ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ പോയി കാണുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വായിച്ചു പഠിക്കുക. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബ് നോക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെയിനിങ് പ്രൊസീജിയർ ഈസ് എംപ്ലോയ്ഡ് ഫോർ DNA? ഓപ്ഷൻസ്: Fulgen staining, negative staining, Seale-Nielsen staining, Sudan black bee staining. Which of the following staining procedure is employed for DNA? Fulgen staining. The staining procedure employed for DNA, Fulgen staining. അടുത്ത ചോദ്യം, inverted fir tree appearing growth pattern in gelatin stab culture is related to? Options: B. anthracis, Y. pestis, P. aeruginosa, B. cereus. Inverted fir tree appearing growth pattern in gelatin stab culture is related to B. anthracis, Bacillus anthracis. Inverted fir tree appearing growth pattern in gelatin stab culture is related to Bacillus anthracis. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം മറ്റ് ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, സാബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ ഡസ് നോട്ട് കണ്ടെയ്ൻ. ഓപ്ഷൻ: ഡെക്സ്ട്രോസ്, പെപ്റ്റോൺ, അഗാർ, ഈസ്റ്റ് എക്സ്ട്രാക്ട്. സബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ ഡസ് നോട്ട് കണ്ടെയ്ൻ. പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടാവും. സബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ ഡസ് നോട്ട് കണ്ടെയ്ൻ ഈസ്റ്റ് എക്സ്ട്രാക്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. സബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗാറിന്റെ കമ്പണന്റ് അല്ലാത്ത ഏതാണ് ചോദ്യം? ഈസ്റ്റ് എക്സ്ട്രാക്ട് ആണ് ആൻസർ.
ബാക്കി 3 ഓപ്ഷൻസും ശ്രദ്ധയോടെ വായിച്ചു വെക്കുക. ഡെക്സ്ട്രോസ്, പെപ്റ്റോൺ, അഗാർ ആർ സബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ കമ്പോണൻസ് ആൻഡ് സബോറോഡ്സ് ഡെക്സ്ട്രോസ് അഗാർ ഡസ് നോട്ട് കണ്ടെയ്ൻ ഈസ്റ്റ് എക്സ്ട്രാക്ട്. അടുത്ത ചോദ്യം, ആന്റിബയോട്ടിക് പെനിസിലിൻ ഇസ് ഡിസ്കവേർഡ് ബൈ ഓപ്ഷൻസ് എഡ്വേർഡ് ജെന്നർ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, റോബർട്ട് കോച്ച്, ലൂയിസ് പാസ്റ്റർ. ആന്റിബയോട്ടിക് പെനിസിലിൻ ഇസ് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്ത ചോദ്യം, QBC technique is a rapid test used for the diagnosis of option filariasis, leishmaniasis, amoebiasis, malaria. QBC technique is a rapid test used for the diagnosis of malaria. ഈ ക്വസ്റ്റൻ നമ്മളൊരു ടേം കണ്ടു, QBC technique. എക്സ്ട്രാ പോയിന്റ് നോക്കാം. QBC ക്വാണ്ടിറ്റേറ്റീവ് ബഫി കോട്ട്. അടുത്ത ചോദ്യം, ജാപ്പനീസ് എൻസെഫാലൈറ്റിസ് is transmitted by options tick, mosquito, sandfly, housefly. Japanese encephalitis is transmitted by mosquito. ഇതൊരു മൈക്രോബയോളജി എക്സാം ആയതുകൊണ്ട് ജാപ്പനീസ് എൻസെഫാലിറ്റിസ് ട്രാൻസ്മിറ്റ് ചെയ്ത മൊസ്കിറ്റോനേക്കാളും നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വിച്ച് ടൈപ്പ് ഓഫ് ഡിസീസ് എന്നാണ്. അതായത് ബാക്ടീരിയൽ ആണോ, ഫംഗൽ ആണോ, വൈറൽ ആണോ. അപ്പോൾ ഇവിടെ ജാപ്പനീസ് എൻസെഫാലിറ്റിസ് എന്ന ഡിസീസ് ഒരു വൈറൽ ഡിസീസ് ആണ്. ആ വൈറസിന്റെ പേര് അറിഞ്ഞു വെക്കുക, ജാപ്പനീസ് എൻസെഫാലിറ്റിസ് വൈറസ്. NCERT ടോപ്പിക്കിൽ ഹ്യൂമൻ ഡിസീസ് എന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമ്മൾ രോഗവും പഠിച്ചിരിക്കുക, രോഗകാര്യം പഠിച്ചിരിക്കുക. അതായത് ഡിസീസ് ആൻഡ് ഡിസീസ് കോസേറ്റീവ് ഓർഗാനിസിനെ കുറിച്ച് ശ്രദ്ധിക്കുക. മൈക്രോബയോളജി എക്സാം ആയതാണ് പറയുന്നത്. മൈക്രോബയോളജി എക്സാം ആകുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മൈക്രോ ഓർഗാനിസത്തിനാണ്. അതുകൊണ്ടാണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്ത മൊസ്കിറ്റോനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതൊരു വൈറൽ ഡിസീസാണ്. അതുപോലെ തന്നെ വൈറസിന്റെ പേരും എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. മൊസ്കിറ്റോ നിങ്ങൾ പഠിക്കേണ്ട നല്ല പറഞ്ഞത്, മൊസ്കിറ്റോ ജസ്റ്റ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. ഡിസീസ് കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ജാപ്പനീസ് എൻസെഫാലിറ്റിസ് വൈറസ് ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. എപ്പോഴും പറയുന്ന പോലെ യുവർ സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഞങ്ങൾക്കുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ലൈക്കും കമൻസും സജഷൻസും ഒക്കെയാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പോസിറ്റീവ് ഇൻസ്പിറേഷൻ. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇനി +1, +2 NCERT ബോട്ടണി സുവോളജി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ക്ലാസ്സൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആ ക്ലാസ്സൊക്കെ മുടങ്ങാതെ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സോ യുവർ സപ്പോർട്ട് ഈസ് അവർ സ്ട്രെങ്ത്. സബ്സ്ക്രൈബ് ചാനൽ ഫോർ മോർ വീഡിയോസ്. അടുത്ത ചോദ്യം, മൊണീലിയാസിസ് ഇസ് കോമൺലി കോസ്ഡ് ബൈ ഓപ്ഷൻസ് P. brasiliensis, C. albicans, H. duboisi, C. neoformans. Moniliasis is commonly caused by C. albicans. C. albicans, Candida albicans. Candida albicans ഒരു ഫംഗസ് ആണ്. അടുത്ത ചോദ്യം, സ്റ്റെയിൻ യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ്. ഓപ്ഷൻസ് ലീഷ്മാൻ, റൈറ്റ് സ്റ്റെയിൻ, ഗിംസ, PAS. സ്റ്റെയിൻ യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ്. ഗിംസ സ്റ്റെയിൻ. സ്റ്റെയിൻ യൂസ്ഡ് ഇൻ കാരിയോടൈപ്പിംഗ്, ഗിംസ സ്റ്റെയിൻ. ഓപ്ഷനിലുള്ള ഗിംസ സ്റ്റെയിനെ പറ്റിയും PAS സ്റ്റെയിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് മുൻപ് നടന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ക്ലാസ്സുകളൊന്ന് പോയി കാണുക. നമ്മുടെ ചാനലിൽ മൈക്രോബയോളജി എന്ന പേരുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഇതുവരെ നടത്തിയിട്ടുള്ള മൈക്രോബയോളജി റിലേറ്റഡ് മോക്ക് ടെസ്റ്റുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ തന്നെ എക്സ്പ്ലനേഷൻസ് ആയിട്ട് സ്റ്റെയിൻസിനെ പറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് വന്നു കഴിഞ്ഞാൽ തന്നെ സ്റ്റെയിനിങ് മെത്തേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് ആഡ് ചെയ്യുന്നതാണ്. എക്സ്ട്രാ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാരിയോടൈപ്പിങ്ങിനെ കുറിച്ചാണ്. What is a karyotype? An individual's complete set of chromosomes is called a karyotype. Karyotyping is a test to examine chromosomes in a sample of cells. അടുത്ത ചോദ്യം, black fungus disease is options histoplasmosis, phycomycosis, mucormycosis, coccidiomycosis. Black fungus disease is mucormycosis. Black fungus disease is mucormycosis. അപ്പോൾ ഇത്രയാണ് പാർട്ട് 9-ലെ 10 ചോദ്യങ്ങൾ. ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പാർട്ട് 9-ലെ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 10 മോക്ക് ടെസ്റ്റ് ആണ്. ആദ്യത്തെ ചോദ്യം, the maximum magnification obtainable by bright field microscopy using oil immersion objective. Options 100x, 1000x, 400x, 10,000x. The maximum magnification obtainable by bright field microscopy using oil immersion objective. 1000x. The maximum magnification obtainable by bright field microscopy using oil immersion objective is 1000x. ചോദ്യമൊക്കെ ശ്രദ്ധിച്ച് വായിക്കാം. ഓരോ ടൈമും ശ്രദ്ധയോടെ വായിച്ച് ഉത്തരം എഴുതുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ ക്വസ്റ്റൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്സ് പഠിക്കാനുണ്ട്.
അതുകൊണ്ടാണ് പറയുന്നത് ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വായിക്കാമെന്ന്. അടുത്ത ചോദ്യം, ഷാഫർ ഫിൽട്ടൺസ് സ്റ്റെയിനിങ് മെത്തേഡ് ഈസ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓപ്ഷൻസ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ, ബാക്ടീരിയൽ ഫ്ലജല്ല, ബാക്ടീരിയൽ എൻഡോസ്പോർ, സ്ലൈം ലെയർ. ഷാഫർ ഫിൽട്ടൺ സ്റ്റെയിനിങ് മെത്തേഡ് ഈസ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാക്ടീരിയൽ എൻഡോസ്പോർ. ഷാഫർ ഫിൽട്ടൺ സ്റ്റെയിനിങ് മെത്തേഡ് ഈസ് ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ബാക്ടീരിയൽ എൻഡോസ്പോർ. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. PSC റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, ക്വസ്റ്റനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, അതുപോലെ സ്റ്റേറ്റ്മെന്റ്സും നന്നായിട്ട് വായിക്കുക, ഓപ്ഷൻസും ശ്രദ്ധയോടെ വായിക്കുക, എന്നിട്ട് മാത്രം ആൻസർ അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ബോട്ടിലിസം. ബോട്ടിലിസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, കോസേറ്റീവ് ഏജന്റ് ഈസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. Statement 2, preformed toxins cause the disease. Statement 3, the toxins are neurotoxins. Options both 1 and 2, both 1 and 3, both 2 and 3, all the statements are correct. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബോട്ടിലിസിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധയോടെ വായിക്കുക. ചിലപ്പോൾ ചോദിക്കുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധയോടെ വായിക്കുന്നു പറയുന്നത്. ഈ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ബോട്ടിലിസിനെ കുറിച്ച് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കോസേറ്റീവ് ഏജന്റ് ഈസ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. ബോട്ടിലിസിന്റെ കോസേറ്റീവ് ഏജന്റ്, അതായത് ബോട്ടിലിസിന്റെ രോഗകാരി എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പ്രീഫോം ടോക്സിൻസ് കോസ് ദ ഡിസീസ്. ദ ടോക്സിൻസ് ആർ ന്യൂറോടോക്സിൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ടാസ്ക് വരികയാണ്. ബോട്ടിലിസിന്റെ കോസേറ്റീവ് ഏജന്റ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. നിങ്ങളുടെ ടാസ്ക് ഇതാണ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം വിച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസം, വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇനി ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഒരു ബാക്ടീരിയ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ആണോ, ഗ്രാം നെഗറ്റീവ് ആണോ? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. അടുത്ത ചോദ്യം, ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഫേസസ് ഇൻ ദ ഓർഡർ. ഓപ്ഷൻസ് ലോഗ് ഫേസ്, ലാഗ് ഫേസ്, ഡിക്ലൈൻ ഫേസ്, സ്റ്റേഷനറി ഫേസ്. നെക്സ്റ്റ് ഓപ്ഷൻ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡിക്ലൈൻ ഫേസ്. നെക്സ്റ്റ് ഓപ്ഷൻ ലാഗ് ഫേസ്, log phase, decline phase, stationary phase. Next option lag phase, stationary phase, log phase, decline phase. Bacterial growth curve consists of the following phases in the order: lag phase, log phase, stationary phase, decline phase. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയൽ ഗ്രോത്ത് കർവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണ്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡിക്ലൈൻ ഫേസ്. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും. പക്ഷേ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ട്രിക്കി ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസിലെ ബിയും സിയും ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. ഒരു ഫേസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ പോലും എക്സാം ഹാളിലെ ടെൻഷനൊക്കെ കാരണം ഉത്തരം അറിയാമെങ്കിലും നമ്മൾ തെറ്റായിട്ട് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ട്രിക്കി ഓപ്ഷനുള്ള ക്വസ്റ്റൻ ആണിത്. നമ്മളെ മാർക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധയോടെ വായിക്കുക. ഇങ്ങനെയുള്ള ട്രിക്കി ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉത്തരം അറിയാമെങ്കിൽ കൂടി നമ്മൾ തെറ്റായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാർക്ക് കളയരുത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഓപ്ഷൻസും വായിച്ചു നോക്കുക. ട്രിക്കി ഓപ്ഷൻസ് ആണെങ്കിൽ ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻസ് ആണെങ്കിൽ 1-2 പ്രാവശ്യം വായിച്ചിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡിക്ലൈൻ ഫേസ്. അതുപോലെ തന്നെ ഇവിടെ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് സെയിം കാര്യം തന്നെയാണ്. ഇതിൽ ചില ഫേസുകൾക്ക് ചില ഫേസുകൾ മറ്റു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കർവിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ലാഗ് ഫേസ്, ദെൻ ലോഗ് ഫേസ് ആണ്. ലോഗ് ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പോണൻഷ്യൽ ഫേസ്. And then stationary phase, then death or decline phase. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡിക്ലൈൻ ഫേസ് ആണ്. ഡിക്ലൈൻ ഫേസ് ഡെത്ത് ഫേസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിച്ച് പോയാൽ മാത്രം മതി. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ പോയിന്റ് ആഡ് ചെയ്തത്. ബാക്ടീരിയൽ ഗ്രോത്ത് കർവിന്റെ ഓർഡർ എങ്ങനെയാണ്? ഫസ്റ്റ് ലാഗ് ഫേസ്, ദെൻ ലോഗ് ഫേസ്. ലോഗ് ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പോണൻഷ്യൽ ഫേസ്. ലാഗ് ഫേസ്, ലോഗ് ഫേസ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ്, ദെൻ സ്റ്റേഷനറി ഫേസ്, ദെൻ ഡിക്ലൈൻ ഫേസ്. Decline phase is also known as death phase. So lag phase, log phase or exponential phase, stationary phase, decline phase or death phase. ഇതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവിന്റെ ഓർഡർ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഓപ്ഷൻസ് സാഫ്രനിൻ, ക്രിസ്റ്റൽ വയലറ്റ്, കോൺസെൻട്രേറ്റഡ് കാർബോൾ ഫ്യൂഷൻ, ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ. സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തൊരു എത്ര പേരുണ്ടെന്ന് പറ്റുമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേര് ക്വസ്റ്റ്യൻ ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ.
എത്ര പേര് ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ എന്ന ആൻസർ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. എത്ര സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ഈസ് ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ. എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേയുള്ള ചോദ്യത്തിൽ നമ്മൾ കാണുന്നത് ട്രിക്കി ഓപ്ഷൻസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. ഭൂരിഭാഗം പേരും ഓപ്ഷൻ സി ആയിട്ടുള്ള കാർബോൾ ഫിറ്റ്സിൻ ആൻസർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മിക്കവാറും പേരും സ്പീഡിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിച്ചു നോക്കുമ്പോൾ ആ സെക്കൻഡറി എന്നുള്ള വാക്ക് വിട്ടുപോയിട്ട് സ്റ്റെയിൻ എന്നുള്ള വാക്ക് മാത്രമേ കാണുള്ളൂ. സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അപ്പോൾ നമ്മളുടെ മനസ്സിലാവും നമ്മൾ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പഠിക്കുന്നുണ്ട്, ഗ്രാം സ്റ്റെയിനിങ് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ DNA ഡെഫിൽജിൻ സ്റ്റെയിനിങ് ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുമ്പോൾ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് കാർബോൾ ഫിറ്റ്സിൻ ഓപ്ഷൻ സി ആയിട്ടുള്ള കാർബോൾ ഫിറ്റ്സിൻ മാർക്ക് ചെയ്യും. അത് തെറ്റും, നിങ്ങളുടെ മാർക്ക് പോകും. കാരണം അവിടെ ടേം തൊട്ട് മുന്നേ ഉള്ള ടേം ശ്രദ്ധിക്കുക. എന്താണ് സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് എന്ന് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. അവിടെ സെക്കൻഡറി എന്നൊരു വാക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ. ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ വായിക്കും മിക്കവാറും പേർക്ക് സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി വരാത്തതെന്ന്. കാരണം പറഞ്ഞുതരാം. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി സ്റ്റെയിൻ ആണ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിന്റെ സെക്കൻഡറി സ്റ്റെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം അറിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞാൽ എക്സാം ഹാളിൽ നമുക്ക് ധൃതിയായിരിക്കും, ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ പല വാക്കുകളും കാണില്ല, പല ടേംസ് നമ്മൾ കാണാതെ പോകും. അങ്ങനെ മാർക്ക് പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. കാർബോൾ ഫിറ്റ്സിന്റെ ക്വസ്റ്റൻ ഏതാണെന്ന് നോക്കാം. പ്രൈമറി സ്റ്റെയിൻ ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ ഉപയോഗിക്കുന്ന പ്രൈമറി സ്റ്റെയിൻ ആണ് കാർബോൾ ഫിറ്റ്സിൻ. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി സ്റ്റെയിൻ ആണ്. അപ്പോൾ സെക്കൻഡറി സ്റ്റെയിൻ ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ. പ്രൈമറി സ്റ്റെയിൻ ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ് കാർബോൾ ഫിറ്റ്സിൻ. ഈ ഒരു ക്വസ്റ്റനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. സെക്കൻഡറി സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ലോഫ്ലേഴ്സ് ആൽക്കലൈൻ മെത്തിലിൻ ബ്ലൂ. അടുത്ത ചോദ്യം ദ മെത്തേഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് എനേറോബിക് ബാക്ടീരിയ. ഓപ്ഷൻസ് Robertson cooked meat medium, Macintosh and Filters jar, gas pack system, all of the above. The method for cultivation of anaerobic bacteria. All of the above. ഇവിടെ ആൻസർ all of the above ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസും ആൻസർ ആണ്. Method for cultivation of anaerobic bacteria are Robertson cooked meat medium, Macintosh and Filters jar, gas pack system. ഈ മൂന്ന് മെത്തേഡും method for cultivation of anaerobic bacteria ആണ്. അടുത്ത ചോദ്യം Yeast is used to produce. Option penicillin, acetic acid, ethyl alcohol, butanol. Yeast is used to produce ethyl alcohol. അടുത്ത ചോദ്യം most important microorganism involved in the production of yogurt. Options Penicillium notatum, Saccharomyces cerevisiae, Lactobacillus bulgaricus, Acetobacter aceti. Most important microorganism involved in the production of yogurt. Lactobacillus bulgaricus. Extra point നോക്കാം. Yogurt prepared with starter cultures containing Streptococcus thermophilus and Lactobacillus bulgaricus. അടുത്ത ചോദ്യം South American trypanosomiasis is caused by. Options Trypanosoma cruzi, Trypanosoma brucei gambiense, Trypanosoma brucei rhodensiense, Trypanosoma rengeli. Pronunciation ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. South American trypanosomiasis is caused by Trypanosoma cruzi. സൗത്ത് അമേരിക്കൻ ട്രിപ്പനോസോമിയാസിസ് എന്ന ഡിസീസിന്റെ കോസേറ്റീവ് ഓർഗാനിസം ആണ് ട്രിപ്പനോസോമ ക്രൂസി. അടുത്ത ചോദ്യം ടെട്രാസൈക്ലിൻസ് ആർ. ഓപ്ഷൻസ് ബാക്ടീരിയോസ്റ്റാറ്റിക്, ബാക്ടീരിയോഫേജ്, ബാക്ടീരിയോസിൻ, നൺ ഓഫ് ദി അബോവ്. ടെട്രാസൈക്ലിൻസ് ആർ ബാക്ടീരിയോസ്റ്റാറ്റിക്. ടെട്രാസൈക്ലിൻസ് ആർ ബാക്ടീരിയോസ്റ്റാറ്റിക്. എന്താണ് ബാക്ടീരിയോസ്റ്റാറ്റിക് നോക്കാം. എക്സ്ട്രാ പോയിന്റ്സ്. ആന്റിബയോട്ടിക്സിന്റെ രണ്ട് ടൈപ്പാണ്, ബാക്ടീരിയോസിഡൽ ആന്റിബയോട്ടിക്കും ബാക്ടീരിയോസ്റ്റാറ്റിക് ആന്റിബയോട്ടിക്കും. എന്താണ് ബാക്ടീരിയോസിഡൽ ആന്റിബയോട്ടിക്കിന്റെ ബാക്ടീരിയോസ്റ്റാറ്റിക് ആന്റിബയോട്ടിക്കിന്റെ ഡിഫറൻസ് നോക്കാം. ആന്റിബയോട്ടിക്സ് ദോസ് ഹാവ് സിഡൽ ഓർ കില്ലിംഗ് എഫക്ട് ഈസ് കോൾഡ് ബാക്ടീരിയസിഡൽ ആന്റിബയോട്ടിക്സ്. ബാക്ടീരിയോസ്റ്റാറ്റിക് മീൻസ് the antibiotics that have a static or inhibitory effect on microbes. Bactericidal antibiotics and bacteriostatic antibiotics and example നോക്കാം. First, bactericidal antibiotics, penicillin, aminoglycosides, ofloxacin. These are examples of bactericidal antibiotics. Next, bacteriostatic antibiotics and example ആണ് erythromycin, tetracycline, chloramphenicol. They are bacteriostatic antibiotics. Bactericidal and bacteriostatic antibiotics ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ ആർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉള്ളതും ട്രിക്കി ഓപ്ഷൻസും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വ്യത്യാസമൊക്കെ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാതുണ്ടെങ്കിൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. Subscribe for more videos.